മുൻപ് സമരപോരാളി പുഷ്പന് ജന്മനാട് വിട ചൊല്ലി. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ശനിയാഴ്ചയായിരുന്നു അന്ത്യം. കോഴിക്കോട് യൂത്ത് സെന്ററിലായിരുന്നു ആദ്യ പൊതുദർശനം. പിന്നെ വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക്. തലശ്ശേരിയിലും ചൊക്ലി രാമവിലാസം സ്കൂളിലും പൊതുദർശനം. തുടർന്ന് ചൊക്ലിയിലെ വീട്ടുപരിസരത്ത് സംസ്കാരം. മന്ത്രിയായിരുന്ന MV രാഘവനെതിരെയുള്ള പ്രതിഷേധത്തിനിടെയായിരുന്നു പുഷ്പൻ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് വെടിയേറ്റത്. 1994 നവംബർ 25 കേരളത്തിലെ യുവജന സമരങ്ങളിലെ ഏറ്റവും രക്തരൂഷിതമായ ദിനം. UDF സർക്കാരിന്റെ സ്വാശ്രയ കോളേജ് നയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ സമരം കേരളത്തിൽ ആളിക്കത്തിയ നാളുകളിലൊന്ന്. സഹകരണ ബാങ്ക് ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി MV രാഘവന് നേരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. സംഘർഷം വെടിവയ്പിലേക്ക്. പോലീസിന്റെ വെടിയേറ്റ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിടഞ്ഞു വീണു. KK രാജീവൻ, KV റോഷൻ, ഷിബുലാൽ, ബാബു, മധു 5 പേർ രക്തസാക്ഷികളായി. വെടിയുണ്ടയെ അതിജീവിച്ച് 3 പതിറ്റാണ്ടിലേറെ ജീവിച്ച രക്തസാക്ഷിയായി പുഷ്പനും. കഴുത്തിന് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട പുഷ്പന് പിന്നെല്ലാം പാർട്ടിയായിരുന്നു. എന്തിനുവേണ്ടിയാണോ പുഷ്പൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ പോലീസിന്റെ തോക്കിനു മുൻപിലേക്ക് എടുത്തുചാടിയത്, ആ മുദ്രാവാക്യങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐയും CPM-ഉം വെള്ളം ചേർത്തതും ചരിത്രം. ശത്രുപക്ഷത്തായിരുന്ന MV രാഘവനും CPM-ഉമായി സമരസപ്പെട്ടു. എന്നിട്ടും തുടർന്ന പോരാട്ടം അവസാനിപ്പിച്ച് ഇപ്പോൾ പുഷ്പനും യാത്രയാവുകയാണ്. എങ്കിലും സമര പോരാട്ടങ്ങളിലെ അപൂർവയേടായി പുഷ്പൻ ജീവിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.